ശബ്ദം കുറച്ച് പറയണത് എന്താ വെച്ചാൽ ചെറിയ പ്രാങ്കാണ്. സമയം രാവിലെ 8:13 ശബ്ദം കുറച്ച് പറയണത് എന്താ വെച്ചാൽ ചെറിയ പ്രാങ്കാണ്. ഇന്നലെ ചെറിയൊരു തല്ലുംപിടി ഉണ്ടായിരുന്നു. തല്ലുംപിടി എന്ന് പറഞ്ഞാൽ അങ്ങനെ തല്ലുംപിടിയില്ല, ചെറിയൊരു ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ആരും വീഡിയോ എടുക്കാൻ വന്നില്ല. അപ്പോൾ ഇവരും വന്നില്ല, തേണ്ടി വീഡിയോ എടുക്കാൻ വന്നില്ല. അപ്പോൾ എന്താ ചെയ്ത് വെച്ചിട്ടാ, അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്ത് വേഗം വന്ന് കടന്ന് അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം രാവിലെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് അതുപോലെ നേരത്തെ, രാത്രിയും അതുപോലെ നേരത്തെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇന്നലെ രാത്രി ഞാനൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഇന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നോക്കാം, ഒറ്റ റേസായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. മാക്സിമം നോക്കുക, എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ മിസ്സാവും. മാക്സിമം നമുക്ക് നോക്കിയാണ്ട് എടുക്കുക. ശബ്ദം കുറച്ച് പറയണത് കേട്ടോ, അതുകൊണ്ടാണ് ഒരു വൃത്തികെട്ട ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക, അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നോക്കുക. അപ്പോൾ 24 മണിക്കൂറെന്ന് ഞാൻ പറയണില്ല, മാക്സിമം ഞാൻ ഭക്ഷണം കാര്യം ഒന്നും കഴിക്കില്ല. ഇന്ന് ഭക്ഷണം കാര്യം ഒന്നും കഴിക്കില്ല. ഞങ്ങളിപ്പോൾ നീച്ചിട്ടുള്ളൂ, ഇപ്പോൾ നിൽക്കണ്, ഞങ്ങളിപ്പോൾ നീച്ചിട്ടുള്ളൂ, കുറച്ച് നേരമായിട്ടുള്ളൂ. അതിൻ്റെ ശബ്ദത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. വേഗം ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഷർട്ട് എടുത്തിട്ടാണ്, ടീഷർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ബാക്കി നമുക്ക് വീഡിയോ കൂടെ കാണാം. നിങ്ങൾ അവനെടുത്തോളൂ, അവനുണ്ടായി കൊടുത്തു ഓനോ എൻ്റെ ഇതിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും, മറ്റു കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അപ്പോഴാണ് പ്രശ്നം. അങ്ങനത്തെ എത്ര കാലം ഞാൻ ഇത്ര കാലം കൂടെ ആക്കിയിരിക്കുന്ന കാലം വെച്ചിട്ട് ഇതിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ഞാനൊക്കെ അത് തിന്നിട്ടൊക്കെ തിന്നാതിരിക്കും. എല്ലാവർക്കും അവരുടെ കാര്യങ്ങളും എല്ലാവർക്കും നല്ല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. എന്താ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാലും പ്രശ്നം? ഒന്നും പറഞ്ഞിരട്ടാ ഇത് പറയണം. പറഞ്ഞിട്ടില്ലേ അമ്പലത്തിൽ 7 മണി എത്രയാകുമ്പോഴെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് വീട് ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നല്ലേ അവൻ പറഞ്ഞത്, അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്താ ഇത് ചെയ്യണം, ഇതൊന്നും ചെയ്തുള്ള കാര്യമില്ല. ഞങ്ങൾക്കറിയില്ല പ്രണവേച്ച് പറയണ്ടാരും എന്താ അറിയാത്തത്, മുൻകൂട്ടി പറയണം. ഇന്നമായി റെഡി ആയിട്ടെല്ലാവരും നിൽക്കണം കേട്ടാ, അല്ലേ? അത് പറയണ്ട, അപ്പോൾ അത് പറഞ്ഞിട്ടില്ലല്ലോ. ക്യാമറ എന്ത് പിടിക്കുന്നത്, ക്യാമറ അങ്ങനെ പിടിക്കല്ലേ, ക്യാമറ അങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് മനസ്സിലാവും. മൊണ്ണന്മാരെ മാറി ആ വിളിക്കുന്ന എൻ്റെ ഇത് പോയിക്കോ. ഉച്ചയാകുമ്പോഴത്തേന് ഏകദേശം ശരിയാവും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പം വീഡിയോ ഉച്ചയാകുമ്പോഴും കിട്ടുക.
അപ്പോൾ ഒന്ന് പറയാം, നമുക്ക് ഒച്ചയിൽ സംസാരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവരുണ്ട്, അവർക്ക് മനസ്സിലറിയാം എന്താണ് നമ്മൾ ചെയ്യണത്. ഇത് ഞാൻ എനിക്ക് എന്താണ് ഇതായിട്ട് സംഭവം ദേഷ്യം പിടിച്ചിട്ടാണെന്നുള്ളവർക്ക് മനസ്സിലായി. ദേഷ്യം പിടിച്ചിട്ടാണ് ഇതിൻ്റെ എന്താണ് തെറ്റിയിട്ട് വന്നിരിക്കുകയാണ്, പിണങ്ങിയിട്ട് വന്നിരിക്കുകയെന്ന് മനസ്സിലായിക്കണേ. അപ്പോൾ നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് നമുക്ക് മെല്ലെ ഇങ്ങനെ തരിപ്പ് കയറ്റി തുടങ്ങാം. ഓരോന്ന് പറഞ്ഞ് ഇവൻ അവരെ കുറച്ച് തരിപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയുള്ളൂ എത്രത്തോളം തരിപ്പ് കയറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ട്. തരിപ്പ് കയറ്റുന്നതാണ് നമ്മൾ കൂട്ടി നല്ല കൂട്ടി പറയണ്ടേ. അപ്പോൾ നിങ്ങൾ എന്താ അവനെ തീരെ സപ്പോർട്ട് ചെയ്ത് മറ്റേ മറിച്ച് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ നമുക്കത് പോയേക്കാം. 10 മണിയാ 10 മണിയൊക്കെ ചായ ഉണ്ടടാ. ചൂടുള്ളത് വേണേ പിന്നെ അത് പറ്റൂല. ഞാൻ ചുട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂല. 10 മണി 8 മണി 7 മണിക്ക് കുടിക്കുന്ന ചായ എന്താ കുടിക്കാത്ത? എന്താ എൻ്റെ ഈ മുരയുടെ സ്വഭാവം ഉണ്ടല്ല. അപ്പൊ എത്ര മണിക്കൊക്കെ 12 മണിക്ക് ചോറിനുണ്ടല്ലേ? ചോറ് ദോശ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ മാവൊക്കെ കേടെടുത്തി കളയാൻ എത്ര സാധനങ്ങളാ കേടെടുത്തി കളയുന്നത്. കുറച്ചേരം കഴിഞ്ഞാൽ തിന്നൂല്ല. ഞാൻ ചോറ് വയ്ക്കണൊന്നുമില്ല, വാങ്ങിയാൽ തിന്നാ മതി. എന്റെ പണി കുറഞ്ഞു. എനിക്ക് വേണ്ട, ഉച്ചയ്ക്ക് മാവ് ഇന്നത്തെ തണ്ണിമത്തം നമുക്ക് എടുത്തിട്ട് പ്രജുവ തണ്ണിമത്തം നമുക്ക് എടുത്തിട്ട് ഉച്ചക്ക് വെള്ളം കിടക്കണ്ട, അവന് എടുക്കണ്ട. ഉണ്ടാക്കിട്ട് നാളെ വന്ന് ചായ വേണ്ട, കഞ്ഞിയും ചമ്മന്തി. നിങ്ങൾ കുടിച്ചോളി, നിങ്ങൾ തിന്നോളി, നിങ്ങൾ കുടിച്ചോളി. എനിക്ക് വേണ്ട അറിയില്ല, എനിക്ക് ഒന്നും ചെയ്യാനും പറ്റൂല. എനിക്ക് വേണ്ട അറിയില്ല. ഇന്ന് കുറച്ച് വെക്കുണ്ടാക്കാം. നല്ല കാര്യം. ഞാൻ സുനിക്ക് വിളിക്കാം, സ്കൂളിൽ നിന്ന് അതിന് പോയിക്കോളൂ. ഒരു വീഡിയോന്റെ ആവശ്യത്തിന് വിളിച്ചപ്പോ ഭയങ്കര ആവശ്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വെറുതെ ആവശ്യത കാര്യങ്ങൾ കുറെ കൂട്ടി വെച്ചിരുന്ന സ്വഭാവം ഉണ്ടല്ല. അവനുണ്ടായി കൊടുത്തതാ, എനിക്ക് വേണ്ട. ഓനുണ്ടായി കൊടുത്തതാ. ജാതി സ്വഭാവട്ടെ, ഇത് തീരെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോകട്ടെ, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ എന്താ പറഞ്ഞത് ഇനി തിരിച്ചെടുക്കാൻ പറ്റാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു കാര്യമില്ല ഇവിടെ. അത് ഒക്കെ കൊടുത്തു വളർത്തണ മോനെ നല്ലൊരു തീരുമാനമാണ്. അച്ഛ അമ്മ ചെല്ലി
രണ്ടാമത് പോയിട്ട് കൊടുത്തണ്ടേ നേരത്തിന് ഇങ്ങനെ വേണമെന്ന് പറയില്ല ആ സമയം വേണ്ടാറില്ല നീ വേണ്ട നേരത്തിന് വേണ്ടാറില്ല വേണ്ടേക്ക് നിങ്ങൾ തിന്നണ്ട വാടക തിന്നായി നല്ല വിശക്കുമ്പോഴേ ആരും കടാതിർത്തി അതിന് ഇവൻ ഐഡിയ ഇവന്തേലും തിന്നാതെ ഈ വർത്താനം പറയും ഞാനൊക്കെ നമ്മ ഞാൻ തിന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അതേമാതിരി പറയും ഇന്നാളെ തിന്നാ വലിയ തിന്നോളൂ അനക്കൊന്നും പഠിക്കാനില്ലേ? അനക്ക് പഠിക്കാനില്ലേ? ഈ നേരിടുന്ന നട്ടപ്പാതിൽ വരുന്ന മറ്റുള്ളവർ അർത്ഥം കെട്ടാൻ നിൽക്ക് ഈ പഠിക്കാൻ നടക്ക്. പഠിച്ച അത് ചായ വേണ്ടേ? എന്താ? ഞാൻ ഉണ്ടാക്കൂല. ആരൊക്കെ കിട്ടിയേ ഞാൻ ഇനി ഉണ്ടാക്കൂലെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കൂല. ഇല്ല. നമുക്ക് എന്തായാലും വീഡിയോയിൽ അറിയണ്ടല്ലോ, നമുക്ക് അമ്മയോട് ചോദിക്കാം പ്രാങ്ക് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു. പ്രാങ്ക് വീഡിയോ ഈ പറയണ്ടേ? പ്രാങ്ക് വീഡിയോ ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ വടിയൊക്കെ എടുത്ത് അടിക്കാൻ നാണം കെടുത്തു നിന്നെ നല്ല കിട്ടുകയും ചെയ്തില്ലേ സംഭവം കിട്ടിയ ചാൻസ് നല്ല പിന്നെ മുതലാക്കുകയും ചെയ്തിരിക്കുന്നു. വീഡിയോ എടുക്കാൻ നമുക്ക് ഒന്നും കൂടി തന്നിരിക്കുന്നു. എനിക്കും കിട്ടി. ആ എന്തായാലും വീഡിയോ എടുക്കാൻ നല്ല അടി കൊടുത്തിരിക്കുന്നു. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും.